നടിയും മുൻ ബിഗ് ബോസ് താരവും ഒക്കെ ആയിരുന്ന ഒരു റെനീഷ റഹ്മാൻ. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ആറ്റുകാല് പൊങ്കാല ഇടാൻ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മീഡിയാസൊക്കെ അവിടെ കവറേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞു താൻ ആദ്യമായിട്ടാണ് ആറ്റുകാല് പൊങ്കാല ഇടുന്നത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പുറത്തോട്ട് വന്നു. ഈ വീഡിയോ പുറത്ത് വന്ന അന്ന് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആണെന്നുള്ളത് ഒരു വിഷയം, പിന്നെ നോമ്പുകാലമാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇവർക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന് റെനീഷയാണെങ്കിൽ ഇതിന് മറുപടിയും തന്നിരുന്നു, അതായത് പ്രതികരിക്കുകയും ചെയ്തു. എന്താണ് പ്രശ്നം, ഞാൻ പൊങ്കാല ഇട്ടതിന് എന്തിനാണ് മറ്റുള്ളവർക്ക് ഇത്ര പ്രശ്നം എന്നുള്ള രീതിയിലും അവളും മറുപടി കൊടുത്തു. ഇപ്പൊ നമ്മുടെ അതായത് ഉസ്താദ് അൻസാരി സുഹ്രി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഈ ആങ്ങളമാരുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊരു പ്രതികരണം വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റോറിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേരള സ്റ്റോറി കുറിച്ചാണ് കുറേ കേരള സ്റ്റോറി 2 വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വിഷയം വന്നത്. നമുക്കിതിനെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അൻസാരി സുഹ്രി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് രസം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഇങ്ങനെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു എന്തുകൊണ്ടാണ് നമുക്ക് അതിനകത്തൊക്കെ ഒരു ഇതാണ് മതബോധം, അല്ലെങ്കിൽ ഇതാണ് ഒരു മതേതരത്വ ബോധം എന്നൊക്കെ നമുക്ക് ഇപ്പോൾ തോന്നാനുള്ള കാരണം എന്താണ്? മതബോധത്തെക്കാൾ അല്ലെങ്കിൽ മതേതര ബോധത്തെക്കാൾ മതബോധം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. ആ ഒരു കാലമായതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം പണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 10-15 വർഷങ്ങൾക്ക് മുൻപ് ആണ് ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതം തോന്നുന്നില്ല. കാരണം നമ്മുടെ കേരളം അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ രാമനെന്നോ റഹ്മാനെന്നോ അല്ലെങ്കിൽ എന്താ പറയാ ജോസഫ് എന്നോ ഉള്ള വേർതിരിവൊന്നും നമ്മുടെ സമൂഹത്തിലില്ല. ഇപ്പം ആറ്റുകാൽ പൊങ്കാല റെനീഷ റഹ്മാൻ എന്നാണല്ലോ കുട്ടിയുടെ പേര്. അവര് വന്നിട്ട് പൊങ്കാല ഇടുന്നു, എന്താണ് തെറ്റ്? നമ്മൾ മലയാളിയായിട്ട് അവർക്ക് ഏത് മതത്തിൽ, അത് അൻസാരി പറയുന്നത് കറക്റ്റാണ്. ഏത് മതത്തിൽ വേണമെങ്കിലും ആരെ തൊഴണം എന്നൊക്കെ അവരാ തീരുമാനിക്കുന്നത്. അതില് ആരൊക്കെ തട്ടമിടണം, ആരൊക്കെ മതപരമായ പ്രവൃത്തികൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണോ? ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്നിട്ട് മതത്തിന് വേണ്ടി ഘോരം അട്ടഹസിക്കുന്നവരാണോ? എനിക്ക് തോന്നുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മതേതര ബോധത്തെ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇത്തരത്തിലുള്ള കുറെ അധികം ആങ്ങളമാരും ഇത്തരത്തിൽ കുറെ അധികം മതബോധമുള്ള കുറെ അധികം ആൾക്കാരും കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരളത്തെ മറ്റൊരു ലോകമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വിമർശിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ തടയപ്പെടുകയും ചെയ്യേണ്ടവരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തന്നെയുമല്ല, ഈ കഴിഞ്ഞ ദിവസം അന്ന രാജൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം വന്ന് അവിടെ വന്നിട്ട് പൊങ്കാലയിട്ടിരുന്നു. ഒടുവില് അവരൊക്കെ ശരിക്കും വന്നിട്ട് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് സ്വയം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു. ഞാനൊരു മതത്തിന്റെ അല്ലെങ്കിൽ പൊങ്കാലയുടെ യാതൊരു ചടങ്ങുകളെ ഞാൻ നശിപ്പിച്ചിട്ടില്ല, എന്നോട് ക്ഷമിക്കണം അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വസ്ത്രധാരണത്തിലൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചില ഓൺലൈൻ മീഡിയകളുണ്ട്. ഓൺലൈൻ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റുക അതിനകത്തേക്ക്. ഇപ്പൊ അവിടെ നിള നമ്പ്യാർ എന്ന് പറയുന്ന അവരൊരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമാണ്. അവരും വന്നിട്ട് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് പോയി. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പൊങ്കാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ സംസ്കാരത്തിന്റെ ഭാഗമായി പൊങ്കാല ഇടാൻ വരുന്ന യുവതികളോട് നിരവധി മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പലതും ലൈവ് ചെയ്യുന്നുണ്ട് പൊങ്കാല. വർഷങ്ങൾ രാവിലെ മുതൽ തന്നെ തുടങ്ങി ഏകദേശം ഉച്ചയോടുകൂടി ആയിരിക്കും ആ ലൈവ് പലപ്പോഴും അവസാനിക്കുന്നത്. അങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെയൊന്നും അക്കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ചെയ്യാത്ത വെറും ലജ്ജ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ആലോചിച്ചു പോകും. ഇത്ര കൾച്ചർലെസ് ആയിട്ട് ചില സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെയൊക്കെ പേരെടുത്ത് നീലക്കുയില് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് ജിഞ്ചർ ബിക്സ് മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം ഈ ഫേസ്ബുക്കിനകത്ത് തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഈ പാപ്പരാസികൾ എന്ന് വിളിക്കേണ്ടി വരും അവരെ. പാപ്പരാസികൾ അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും ശരി. കാരണം നമുക്കറിയാം, ഈ പാപ്പരാസികൾ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു വൃത്തികെട്ട ടാബ്ലോയിഡുകളുടെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തനമാണ്. ഒരു ഫോട്ടോ എടുക്കുന്ന രീതിയിലാണെങ്കിൽ പോലും ഫോട്ടോയുടെ ആംഗിളിൽ പോലും ഇതിനകത്ത് അവരുടെയൊക്കെ ഈ പാപ്പരത്വം കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയൊരു മാധ്യമ സംസ്കാരമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അന്നരാജനെ പോലെ ഒരാൾ, അവർ സെലിബ്രിറ്റി ആണെന്നേ,
അവർക്ക് ചിലപ്പം ഈ പറയുന്ന ചൂട് അസഹനീയമായ ചൂടാണ്. നമ്മൾ പൊങ്കാലയ്ക്ക് കലം അടുപ്പത്ത് വെച്ച് അതിന്റെ ചോട്ടിലിരിക്കുന്ന തീയാണ്, അല്ലാതെ അവിടെ ഐസ് കട്ട വെച്ചിട്ടല്ല പൊങ്കാല ഉണ്ടാക്കുന്നത്. ആ ചൂടത്ത് നട്ടുച്ചയ്ക്ക് പിന്നെ ഒരു ക്ഷേത്രത്തിന്റെയോ റോഡിന്റെയോ ഗ്രൗണ്ടിൽ നിന്നിട്ട് പൊങ്കാല ഇടുന്ന സമയത്ത് അവർക്കുണ്ടാകാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. പക്ഷെ അവിടെ കൊണ്ടുവന്ന് ക്യാമറ വെച്ച് ചെറ്റത്തരം കാണിക്കുന്ന അങ്ങേ അറ്റത്തെ തോന്നിയാസമാണെന്ന് പറയേണ്ടി വരും. അവരൊക്കെ ക്യാമറ കൊണ്ടുവെക്കുക, എന്നിട്ട് ഇത് പിന്നെ അതിനിടയ്ക്ക് അതിനെ കുറിച്ചിട്ട് ഈ നമ്മുടെ ഈ എനിക്ക് ആ കുട്ടിയുടെ പേര് കൃത്യമായി ഓർമ്മ വരുന്നില്ല, ബോഡി ഷോയ്ക്കൊക്കെ പോകുന്ന ഒരു ജിംനാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ആ പെൺകുട്ടിയും ഇത് സംബന്ധിച്ച് അവരുടെ ഒരു ഫോട്ടോ എടുക്കരുത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ എടുക്കരുത്, കാര്യം ഇവർക്ക് പല അനുഭവങ്ങളുണ്ടായി, എന്നിട്ട് പറഞ്ഞു എടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ഇവര് ഫേസ്ബുക്കിൽ ഇത് അപ്ലോഡ് ചെയ്തു, ഓരോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇത് കണ്ടപ്പോൾ അവർക്ക് ലജ്ജ തോന്നി എന്നാണ് പറയുന്നത്, തൊലി ഉരിയുന്നതായിപ്പോയി എന്ന് പറഞ്ഞു. അവരതിനുശേഷം അവരെ വിളിക്കുന്നു, സംസാരിച്ചെന്നാൽ അവർ വളരെ മോശമായിട്ട് ആ മീഡിയയുടെ എന്താ പറയാ ആ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർ ചീത്ത വിളിച്ചു എന്ന് പറയുന്നു. മോശമായിട്ട് അവരോട് സംസാരിച്ചു. ഇതാണോ നമ്മുടെ മാധ്യമ സംസ്കാരം? ഇതാണോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം? അല്ല. ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. ഇപ്പം അവിടെ വന്ന് ഒരു മുസ്ലിം പൊങ്കാല ഇട്ടാൽ എന്താ അവിടെ പൊങ്കാല നീതി ഉണ്ടാവൂലേ? അല്ലെങ്കിൽ ഈ പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലോകം മുഴുവൻ ഇടിഞ്ഞു വീഴൂ? അല്ലെങ്കിൽ ആറ്റുകാലം നേരിട്ടിറങ്ങി വന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം യുവതിയെ പിടിച്ച് പുറത്താക്കൂ? ഇല്ല, അതൊന്നും ഇല്ല. അവിടെ ഏതൊരാൾക്കും നമ്മുടെ കേരളത്തിൽ അവരുടേതായ മതങ്ങളിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ഇപ്പം നമുക്ക് പള്ളിയിൽ കയറി അവിടെ പള്ളിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിച്ചു പോകുന്ന ഭീമാപള്ളിയിൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാമല്ലോ. അവിടെ ഉറൂസ് നടക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള സകലമായ ആൾക്കാരും ഭീമാപള്ളിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എത്രയോ പള്ളികളുണ്ട് നമ്മുടെ കേരളത്തിൽ. തലശ്ശേരിയിൽ എനിക്ക് പറശ്ശിനിക്കടവിനടുത്തൊരു പള്ളിയുണ്ട്. അപ്പൊ അങ്ങനെ പറയാം, നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പള്ളികളിൽ പിന്നെ എല്ലാ മതക്കാർക്കും പ്രവേശിക്കാം. ഈ പറയുന്ന ഒരു ഉത്സവം നടക്കുന്നു. നമ്മുടെ നാട്ടിലെ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ പലതും നടക്കും. ഇപ്പൊ തെയ്യം നടക്കുന്ന സമയമാണ്. തെയ്യം അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണ് കുംഭഭരണി എന്ന് പറയുന്ന മഹോത്സവം. അപ്പൊ അവിടെയൊക്കെ വരുന്ന ആൾക്കാരെല്ലാവരും ഹിന്ദുക്കളാണോ? അല്ല, അവിടെ മുസ്ലിംസ് വരുന്നുണ്ട്. അവിടുത്തെ കുംഭഭരണി എന്ന് പറഞ്ഞാൽ ചിറ്റൂളങ്ങരയാണ് ഏറ്റവും വലിയ. അവിടുത്തെ ഒരു പിന്നെ വിഭവം പോലും ഒരു മുസ്ലിം കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അത് സംസാരിക്കപ്പെടുന്നത്. കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത് ചിറ്റൂളങ്ങരക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു വിഭവമാണ് അത്. പിന്നെ ചിറ്റൂളങ്ങര കുംഭഭരണിയുടെ ദിവസം നമ്മൾ ആ ചിറ്റൂളങ്ങര അമ്പലത്തിന്റെ ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവിടെ കൊഞ്ച് മാങ്ങയും അവിടെ ഇട്ട് കച്ചവടം ചെയ്യും, ഉണക്ക കൊഞ്ചും മാങ്ങയും. ആ ഒരു നാട്ടുകാർ മുഴുവൻ അയ്യേ കൊഞ്ച് വെച്ചിട്ട് നോൺ വെജ് ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കും. എന്നല്ല, ഇത് ശരിക്കും അവിടുത്തെ മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുസ്ലിം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടങ്ങളിലുള്ളവർ ഇന്നും കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 15 വർഷത്തിന് മുമ്പ് വരെയൊക്കെ നമുക്ക് ഒരു മുസ്ലിം ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഒരു മുസ്ലിമിനെ ഹിന്ദു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അതിനെയൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണേണ്ടി വരും. അതിന്റെ പിന്നെ ഉറവിടം തിരക്കി ആരും എന്താ പോകാത്ത? ചിറ്റൂളങ്ങര പിന്നെ കൊഞ്ചുമാങ്ങയുടെ അല്ലെ? അതൊക്കെ ഉറവിടം തിരക്കി പോകുമ്പോഴറിയാം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് എത്രത്തോളം ഈ പറയുന്ന മതേതരത്വത്തിന്റെ പേരിൽ എത്രത്തോളം പേര് കേട്ടതാണ് നമുക്കറിയാം. അവിടെ തന്നെ മധ്യ തിരുവിതാംകൂറിലുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഓച്ചിറ പടനിലം. അവിടെ നടക്കുന്ന കാളകെട്ട് എന്ന് പറയുന്ന മഹോത്സവമുണ്ട്. ഭയങ്കര മഹോത്സവമാണത്. അതായത് ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ഇളകി ആർത്തെത്തുന്ന ഒരു വലിയൊരു ഉത്സവമാണ് കാളകെട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഉത്സവമാണ്. അപ്പൊ ആ ഉത്സവ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണെന്നേ, ഈ ഓച്ചിറ പിന്നെ പടനിലത്തിനോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന ഒരു വലിയ മുസ്ലിം പള്ളിയാണ്. അവിടങ്ങളിലുള്ള ആളുകൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കാളെ വലിക്കുന്നതിനും കാളെ കൊണ്ടുവരുന്നതിനും എല്ലാം അവരും പങ്കെടുക്കുന്നുണ്ട്. അവിടെ ആരും മതം പറഞ്ഞ് കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം സോഷ്യൽ മീഡിയയിൽ അവരെ ഒരു മുസ്ലിം പെൺകുട്ടി പൊങ്കാല ഇട്ടു, തെറ്റൊന്നും ഇല്ല അതിനകത്ത്. എന്ത് തെറ്റാ? അവർക്ക് ആറ്റുകാൽ അമ്പലത്തിന്റെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഈ പറയുന്ന റെനീഷയോട് വന്നിട്ട് നിങ്ങൾ ഏത് മതക്കാരിയാണെന്ന് തിരുവനന്തപുരം പൊങ്കാല ഇടുന്ന സമയത്ത് ആരെങ്കിലും വന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചില്ലല്ലോ, ചോദിക്കില്ല. കാരണം അവര് പിന്നെ ഈ വിഷ്വല് ശരിക്കും പറഞ്ഞാൽ അവിടെ പൊങ്കാല ഇടുന്ന സമയത്ത് ഒന്നും പ്രശ്നമില്ല. ഈ വിഷ്വല് പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പം സൈബർ ലോകത്ത്, അതായത് ഈ പറയുന്ന പോലെ പുറത്തോട്ട് ഇറങ്ങാൻ ധൈര്യം ഇല്ലാത്തവരെന്ന് തന്നെ പറയാം. അതായത് വീടിന്റെ മൂലക്കിരുന്ന് അല്ലെങ്കിൽ വീടിനകത്തിരുന്ന് പ്രതികരിക്കുന്നവർക്ക് എന്തും പറയാം. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ കാപട്യമാണ്. ഇവിടെ വേറൊരു തരത്തില് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമം ഇത്തരക്കാരുടെ ഭാഗത്തുകൊണ്ട്. അല്ലാതെ നമ്മുടെ നാടിന് നമ്മുടെ സംസ്കാരത്തിന് ഒക്കെ ഇതൊക്കെ പുറത്തുള്ളവർ തെറ്റായി ധരിക്കും എന്നുള്ളൊരു തോന്നലൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് അവരുടെ മതമാണ്. നമ്മുടെ KM ഷാജി എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പണ്ട് പ്രസംഗിച്ച പോലെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഇടതുപക്ഷക്കാർ അന്നേരം പറഞ്ഞ് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ കനലാണ് പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞത്.
അപ്പൊ അതാണ് വ്യത്യാസം. മതേതരത്വം സംസാരിക്കുന്നവരുടെയും മതവാദികളുടെയും വ്യത്യാസം അതാണ്. അവർക്ക് ഒരു വിഭാഗം ആൾക്കാർക്ക് മതമല്ല പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വയറിലെ വിശപ്പടക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ പ്രശ്നം. മറ്റൊരാൾക്ക് അങ്ങനെയല്ല, മതമാണ് പ്രശ്നം നമ്മുടെ നാട്ടില്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ കുഴപ്പമാണ്. അതാണ് ഇപ്പൊ ഈ റനീഷ റഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ വന്ന് പൊങ്കാലയിട്ടപ്പോൾ മുസ്ലിംസ് എല്ലാം കൂടെ ഒരു വിഭാഗം വരുന്ന അവരെല്ലാം കൂടെ കയറി അലക്കുകയാണ്. അവര് തലയിൽ തട്ടവിടണം, അവരിങ്ങനെ ചെയ്ത് ശരിയാവില്ല, അവർ ഹിന്ദു ആചാരമല്ലേ, ഇതിൽ ഹിന്ദു ആചാരമല്ലേ, നാടിന്റെ ആചാരമാണെന്നേ. നോമ്പെടുക്കുന്ന എത്ര ഹിന്ദു പയ്യന്മാരുണ്ടെന്നറിയോ? ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മുസ്ലിംസ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. കാര്യം അവൻ നമ്മുടെ സുഹൃത്താണ്. അവൻ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം നോമ്പ് വീടുന്നവരെ അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പൊ അവന്റെ മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ ഇരുന്നുണ്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ സാധിക്കുക? അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നോമ്പിലേക്ക് പോകുന്നു. എനിക്ക് അങ്ങനെ വ്യക്തമായി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സുഹൃത്തുക്കള്. ഈ പറയുന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് നോമ്പ് വരും ക്രിസ്ത്യൻസിന്. ആ നോമ്പ് സമയത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള ചെറുപ്പക്കാർ പയ്യന്മാരൊക്കെ നോമ്പെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ഇവരുടെ സുഹൃത്തുക്കളും ഇയാളുടെ ഒപ്പം നോമ്പ് പിടിക്കും. അതുപോലെ ശബരിമലയ്ക്ക് പോകുന്ന സുഹൃത്തുക്കളുണ്ട്, അവിടെ കൂടെ മുസ്ലിംസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ശബരിമല പോകാൻ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ പോകാത്തവരോ ആണെന്നുണ്ടെങ്കിൽ അവർ ആ വ്രതം പിടിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ നാടിന്റെ ഈ സംസ്കാരം. ഇത് പറഞ്ഞ ഇതാണ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ മറ്റേ ഹിന്ദിക്കാരന്മാരുണ്ടാക്കി വെച്ച് പ്രൊപ്പഗണ്ട സിനിമയല്ല ശരിക്കും കേരള സ്റ്റോറി. ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി. ഇങ്ങനെയുള്ള ഉസ്താദുമാരാണ് ശരിക്കും മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യരായിട്ടുള്ള വ്യക്തികൾ, മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തികളും ഇത്തരത്തിലുള്ള പിന്നെ ഉസ്താദുമാരാണ് ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ആളുകളുമാണ്. അവരാണ് യഥാർത്ഥ പിന്നെന്താ പറയുന്ന മതവിശ്വാസികൾ എന്ന് ഞാൻ പറയും. അവർ മതവിശ്വാസികളാണ്. ആ വിശ്വാസം എന്ന് പറയുന്നതിനെ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ആ വിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോൾ മറ്റൊരു മതത്തിന് ദോഷം ഉണ്ടാകാതെ നോക്കണമെന്നും ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ദൈവവിശ്വാസികളും യഥാർത്ഥ മതവിശ്വാസികളും. ബാക്കിയെല്ലാം കാപട്യമാണ്, ബാക്കിയെല്ലാം പച്ചയ്ക്ക് പറഞ്ഞ കാപട്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ രീതിയിൽ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മതത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മതപരമായ ഇത്തരം പരാമർശങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം. പിന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്യപ്പെടേണ്ടവരാണ്. അന്നാരാജിന് മാപ്പ് പറയാൻ ഇടവരുത്തിയ ആ സംഭവത്തിന് ഉടമയായ ചില ആൾക്കാരുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വൾഗാരിറ്റിയിൽ കൂടുതൽ അഭിരമിക്കാൻ താല്പര്യമുള്ള അത്തരത്തിലുള്ള അവരൊക്കെ എന്ന് പറഞ്ഞ ഒരുതരം പെർവർട്ട്നെസ് ഉള്ളവരാണ്. അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഞരമ്പ് രോഗം ബാധിച്ചവരാണ്. അവരെയൊക്കെ ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത് നാട്ടുകാരാണ്. ഇനിയും മേലാൽ ഇത്തരത്തിൽ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നവരുടെ മുന്നിലേക്ക് എത്തില്ല എന്ന് ഇവിടുത്തെ നമ്മുടെ സെലിബ്രിറ്റികൾ ഉറപ്പിച്ച് തീരുമാനിക്കണം. ഉറപ്പായിട്ട് തീരുമാനിക്കണം. ഇവനൊക്കെ വരുവാണെങ്കിൽ ആട്ടിത്തുപ്പി വിടാനുള്ള കഴിവ് നമ്മുടെ നാട്ടിലുള്ള ഇവനെ നിന്നും പിണക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫീൽഡിൽ അവസരം കിട്ടാതിരിക്കത്തൊന്നുമില്ല. അത് വേറൊരു കാര്യം. ഇങ്ങനെ വന്നിട്ട് അവര് നടക്കുകയും പിന്നെ എന്തെങ്കിലും അവര് ജസ്റ്റ് പൊങ്കാല കലത്തിലോട്ട് അരിയിടുന്ന അവിടെ നടക്കുന്ന ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണ് പൊങ്കാല അടുപ്പിലേക്ക് അരി പകരുന്ന സമയം. ആ സമയത്ത് അവര് അവരുടെ തുണിയൊന്ന് മാറിയിരുന്നാൽ അത് വരെ ചിത്രീകരിച്ചിട്ട് പിന്നെ വൃത്തികേട് കാണിച്ചുകൊണ്ട് ഇവന്മാര് പോസ്റ്റ് ചെയ്യും. അവനെയൊക്കെ അടിച്ചു തൂത്ത് കളയേണ്ട സമയം കഴിഞ്ഞെന്നേ. നമ്മുടെ സംസ്കാരത്തിന് ഏൽക്കുന്ന ക്ഷതമാണ് ഇത്തരത്തിലുള്ള പാപ്പരാസികളും അതോടൊപ്പം ഈ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മതത്തെക്കുറിച്ച് അങ്ങ് കൂടുതൽ ഉദ്ഘോഷിക്കപ്പെടുന്നവരും ഒക്കെ ശരിക്കും എതിർക്കപ്പെടേണ്ടവരും വെറുക്കപ്പെടേണ്ടവരുമാണെന്നാണ് എൻ്റെ അഭിപ്രായം.